ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നുണ്ടാക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പണ്ടുകാലം മുതലേ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം വിഭവമാണ്. ഇതിൻ്റെ പേരാണ് കായ പുളിക്കുത്തി. പ്രധാനമായിട്ട് നേന്ത്രക്കായ വെച്ചിട്ടാണ് ഇതുണ്ടാക്കാറുള്ളത്. ചേന വെച്ചിട്ടും കാച്ചിൽ വെച്ചിട്ടും ഒക്കെ ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ നേന്ത്രക്കായാണ്. കായ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. കായ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി റൗണ്ടായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. പക്ഷേ ഒരുപാട് തിക്കായിട്ടും ഒരുപാട് തിന്നായിട്ടും കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ കായയുടെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം. ഇനി വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി എടുത്തിട്ട് കുതിരാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂണ് കടലപ്പരിപ്പ്, ഒരു 1/2 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ മല്ലി, ഒരു നുള്ള് ജീരകം, ഒരു നുള്ള് ഉലുവ, പിന്നെ ഒരു ചെറിയ പീസ് കായം, പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ചോറ് വെക്കാനൊക്കെ എടുക്കണ അരി ഏതരിയായാലും കുഴപ്പമില്ല. പച്ചരിയോ പൊന്നിയരിയോ ഏത് വേണമെങ്കിൽ എടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കായം ചേർത്തു. ഈ കായം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കായം തവടെ നന്നായി മൂത്ത് വന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അരി ചേർക്കാം. അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പൊടിച്ച കായം ചേർക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ഈ പൊടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഇത് കേടുകൂടാതിരിക്കും. പിന്നീട് നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നമുക്കതെടുത്ത് ഉപയോഗിക്കാം. അരി ഇതാ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വറുത്തെടുക്കാം. അരിയും പരിപ്പും എല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വേണം വറുത്തെടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സഡ് ജാറിലിട്ടിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാനിവിടെ വേറൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്തു. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. കടുകും കടലപ്പരിപ്പും നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉണക്കമുളകൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഉണക്കമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചിട്ടുള്ള കായ കഴുകി വൃത്തിയാക്കിയിട്ട് ചേർക്കാം. കായ ചേർത്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പും മുളകും മഞ്ഞളും എല്ലാം കായയുടെ എല്ലാ ഭാഗത്തും പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. കായ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോഴത്തേനും കായ നന്നായിട്ട് വെന്തുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കിട്ടിയാൽ മതി. ഒരു 1/4 വേവൊക്കെ ആയിട്ട് ഇതുപോലെ കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അടുത്തതായിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർക്കണം. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് പുളിയെല്ലാം കായയിൽ പിടിക്കണ വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കറിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതാ കറിയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. അടപ്പ് തുറന്നു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. പൊടി ചേർത്ത് ഇളക്കുമ്പോൾ കറി ഒന്ന് ടൈറ്റായിട്ട് വരും. കറി നന്നായിട്ട് ടൈറ്റായി വരുന്നവരെ നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പൊടിയെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഇളക്കുമ്പോൾ പൊടി ഒരു ഭാഗത്ത് കട്ട കുത്തിയിട്ട് കിടക്കും. അതുകൊണ്ടാണ് കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. ആദ്യം ചേർത്ത പൊടി കുറച്ച് കുറവാണ്. ബാലൻസ് ഉള്ള പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പൊടിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ പൊടിയും ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്ക് വേണ്ടിയിട്ട് എടുത്ത ചേരുവകളുടെയൊക്കെ അളവ് കറക്റ്റാണ്.
പൊടി എല്ലായിടത്തും മിക്സാക്കി കൊടുക്കും തോറും കറി നന്നായിട്ട് ടൈറ്റായി വരാൻ തുടങ്ങി. ഇതുപോലെ നമുക്ക് കിട്ടണം. ഒരു കൂട്ടുകറിയുടെ ഒക്കെ പോലെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണിത്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി. ഇതാണ് ഈ കറിയുടെ പാകം. ഇനി അവസാനമായിട്ട് ഈ കറിയുടെ മുകളിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ചേർക്കണത് ഓപ്ഷണലാണ്. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ നെയ്യ് ഒഴിവാക്കാം. നെയ്യ് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ആ നെയ്യുടെ ഫ്ലേവറൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. പാലക്കാട്ടുകാരുടെ ട്രഡീഷണൽ കറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പനിയൊക്കെ പിടിച്ചിട്ട് നാവിന് രുചിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നല്ല കുത്തരി കഞ്ഞിയുടെ കൂടെ ഈ കറി അടിപൊളിയാണ്. അത്യാവശ്യത്തിന് എരിവും പുളിയും ഒരു ലൈറ്റ് മധുരവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി. നിങ്ങൾ ആരൊക്കെ ഈ കറി കഴിച്ചിട്ടുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.